നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ജൂൺ മാസം 20 ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: പുതിയുഗ കേരളം സൃഷ്ടിക്കുമെന്ന വലിയ പ്രഖ്യാപനത്തോടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച 2026-2027 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ സംസ്ഥാന ബജറ്റ് വായനക്കാരിലും ജനങ്ങളിലും വലിയ വിസ്മയങ്ങളൊന്നും സമ്മാനിച്ചില്ല. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു മുൻപ് ബജറ്റിൽ വൻ മാറ്റങ്ങളും വിസ്മയങ്ങളും ഉണ്ടാകുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരുന്നത്. എന്നാൽ ആ വാഗ്ദാനം പാലിക്കപ്പെടാതിരുന്നതിനെക്കുറിച്ച് ബജറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം യാതൊരുവിധ വിശദീകരണം നൽകിയതുമില്ല. പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിസ്മയ വാഗ്ദാനങ്ങളിൽ ഏറെ പ്രതീക്ഷയർപ്പിച്ചിരുന്നത്. ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക തുടങ്ങിയ അനുകൂല പ്രഖ്യാപനങ്ങൾ അവർ പ്രതീക്ഷിച്ചെങ്കിലും ഫലം വലിയ നിരാശയായിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ സതീശന്റെ കന്നി ബജറ്റ് പ്രസംഗം പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിസ്മയങ്ങൾ ഇല്ലാതായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വ്യക്തമാകും. സംസ്ഥാനത്ത് വരുമാനം വേണ്ടത്ര ഇല്ല എന്നത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടികളടക്കം ഒന്നും തന്നെ ബജറ്റിൽ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വലിയ പണച്ചെലവുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയാണോ മുഖ്യമന്ത്രി വിസ്മയം എന്ന് വിശേഷിപ്പിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സദ്ഭരണവും സഹാനുഭൂതിയും എന്ന പ്രമേയത്തിലൂന്നിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത്. അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെങ്കിലും അതിനാവശ്യമായ പണം കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്നു. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണിതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. മുൻ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്ന കേന്ദ്ര വിഹിതത്തിൽ 20,500 കോടി രൂപയുടെ കുറവാണുണ്ടായത്. 16ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് പ്രകാരമാണ് ഈ കുറവ് വന്നത്. ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി മൂലം സംസ്ഥാനത്തിന്റെ പദ്ധതി ചെലവ് 5,000 കോടി രൂപയായി വെട്ടിക്കുറയ്ക്കേണ്ടി വന്നു. വരാനിരിക്കുന്ന ശമ്പള പരിഷ്കരണം സംസ്ഥാനത്തിന്റെ കടബാധ്യത വീണ്ടും വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയെങ്കിലും ഇത് എന്നു മുതൽ നടപ്പാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. ലീവ് സറണ്ടർ, പെൻഷൻ പദ്ധതികൾ എന്നിവയിൽ പഠനങ്ങൾക്ക് ശേഷമേ അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. എങ്കിലും DA, DR കുടിശ്ശികകൾ തീർത്തു നൽകുമെന്നൊരു ഉറപ്പ് ബജറ്റിലുണ്ട്. വരുമാന സമാഹരണത്തിനായി കിഫ്ബി പുനഃസംഘടന, അധിക വിഭാവ സമാഹരണം, നികുതി ചോർച്ച തടയൽ, കുടിശ്ശിക പിരിച്ചെടുക്കൽ, ചിലവ് ചുരുക്കൽ എന്നിവയ്ക്കാണ് ബജറ്റിൽ മുൻഗണന നൽകുന്നത്. എങ്കിലും ജനങ്ങൾക്ക് മേൽ കനത്ത പുതിയ നികുതികളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. വില കുറച്ചു കാണിച്ച ആധാരങ്ങളുടെ കേസുകൾ തീർപ്പാക്കാൻ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയും, പ്രളയ സെസ്, GST പഴയ കേസുകൾ എന്നിവ തീർപ്പാക്കാൻ ആംനസ്റ്റി സ്കീമും ബജറ്റിൽ വിഭാവനം ചെയ്യുന്നു. മദ്യനികുതിയിൽ വരുത്തിയ വലിയ അഴിച്ചുപണിയാണ് മറ്റൊരു പ്രധാന വരുമാന മാർഗം. ഇനി മുതൽ മദ്യത്തിന്റെ വീര്യമനുസരിച്ചാകും നികുതി ഈടാക്കുക. ഇതിന്റെ പരമാവധി നികുതി 150% നിജപ്പെടുത്തും. വാഹന ഗതാഗത മേഖലയ്ക്ക് ബജറ്റിൽ ചില ആശ്വാസ നടപടികളുണ്ട്. സ്വകാര്യ ബസ്സുകളുടെ ത്രൈമാസ നികുതി പകുതിയായി കുറച്ചത് ബസ് ഉടമകൾക്ക് വലിയ ആശ്വാസമാകും. ഇത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രിയദർശിനി സൗജന്യ യാത്രയോടുള്ള സ്വകാര്യ ബസ് മേഖലയുടെ എതിർപ്പ് കുറയ്ക്കാൻ സഹായിച്ചേക്കും. ടൂറിസ്റ്റ് ബസ്സുകൾക്കും ട്രെയിലർ ലോറികൾക്കും നികുതി കുറച്ചപ്പോൾ പരിസ്ഥിതി സൗഹൃദമായ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി വില കുറഞ്ഞ ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറയ്ക്കുകയും വില കൂടിയ ലക്ഷറി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നികുതി കൂട്ടുകയും ചെയ്തു. ഇതോടൊപ്പം വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്ന യുവാക്കളെ സംസ്ഥാനത്ത് തന്നെ നിലനിർത്താനും അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താനുമുള്ള വിപുലമായ പദ്ധതികൾ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നുണ്ട്. ബജറ്റിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രഖ്യാപനങ്ങളിലൊന്ന് കേരളത്തിന്റെ മാരിടൈം അഥവാ തീരദേശ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യമിട്ടുള്ളതാണ്. കേരളത്തിന്റെ തീരദേശം, തുറമുഖങ്ങൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയെ സംയോജിപ്പിച്ചുകൊണ്ട് മിഷൻ സമുദ്ര എന്ന ബൃഹത് പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. റോഡ്, സമുദ്രം, ഉൾനാടൻ ജലപാതകൾ എന്നിവയെ കോർത്തിണക്കിയുള്ള വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിക്കായി 400 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കേരളത്തെ ഒരു വലിയ പോർട്ട് സിറ്റിയാക്കി മാറ്റുമെന്നും വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുമെന്നും പ്രഖ്യാപനത്തിലുണ്ട്. കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങൾ വികസിപ്പിക്കുകയും കേരള മാരിടൈം പോളിസി രൂപീകരിക്കുകയും ചെയ്യും. മാരിടൈം മ്യൂസിയത്തിനായി 50 കോടി രൂപയും പെരുമ്പാവൂരിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് ആരംഭിക്കാനും ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്.
കർഷക മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ റബ്ബർ താങ്ങുവില 50 രൂപ വർദ്ധിപ്പിച്ച് 250 രൂപയാക്കിയത് റബ്ബർ കർഷകർക്ക് നേരിയ ആശ്വാസമാണ്. എങ്കിലും നിലവിൽ വിപണിയിലെ റബ്ബർ വില 276 രൂപയായതിനാൽ ഈ പ്രഖ്യാപനത്തിന് വലിയ പ്രസക്തി ഉണ്ടാകില്ല. അതേസമയം UDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലായിരുന്ന പലതും ബജറ്റിൽ ഇടം പിടിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി ഉയർത്തൽ, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ സ്കോളർഷിപ്പ്, യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ എന്നിവയൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഇത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 10 കോടി രൂപ വകയിരുത്തുക മാത്രമാണ് ചെയ്തത്. എന്നാൽ മലപ്പുറം ജില്ലാ വിഭജനമടക്കമുള്ള പുതിയ ജില്ലാ താലൂക്ക് ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മീഷനെ വെക്കുമെന്ന് പ്രഖ്യാപനം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടാക്കാൻ സഹായിച്ചേക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച ഡ്രൈ ഡേ ഇന്ന് സ്കൂളുകളിൽ ആചരിക്കും. ശനിയാഴ്ച സർക്കാർ സ്ഥാപനങ്ങളിലും ഞായറാഴ്ച വീടുകളിലും ശുചീകരണ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഷിഗല്ല, ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും കളക്ടർമാരുടെയും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ബുധനാഴ്ച നടത്തിയ യോഗത്തിലാണ് 3 ദിവസം ഡ്രൈ ഡേ ആചരിക്കാൻ തീരുമാനമായത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. PM കിസാൻ സമ്മാൻ നിധി ധനസഹായത്തിന്റെ വിതരണം നാളെ ജൂൺ 20 ശനിയാഴ്ച നടക്കും. അന്ന് ഉച്ചകഴിഞ്ഞ് 3:45 പ്രധാനമന്ത്രി രാജ്യത്തെ കർഷകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. ആ വേളയിൽ ഒരൊറ്റ സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെയായിരിക്കും ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നത്. നിലവിൽ കർഷക ID എടുക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ കർഷക ID എടുത്തിട്ടില്ലാത്തവർ എത്രയും വേഗം അതിനായി അപേക്ഷിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ തുടർന്നുള്ള ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത്തവണ കർഷക IDയുടെ കാര്യത്തിൽ ചില ഇളവുകൾ ഉണ്ടായിരിക്കും. കാരണം അപേക്ഷ സമർപ്പിച്ച പല കർഷകരുടെയും IDകൾക്ക് ഇതുവരെ അംഗീകാരം ലഭിക്കാത്തതിനാൽ അവ ആക്റ്റീവായിട്ടില്ല. നിരവധി അപേക്ഷകൾ ഇപ്പോഴും പെൻഡിംഗിലാണ്. ഈ പരിശോധനകളെല്ലാം പൂർത്തിയായ ശേഷമേ അവർക്ക് കർഷക ID ജനറേറ്റ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ താൽക്കാലിക ഇളവുകളോടെ മുൻപ് ആനുകൂല്യം ലഭിച്ചിരുന്ന എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് മുടങ്ങാതെ ധനസഹായം എത്തിച്ചേരും. കർഷകർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക എന്നതാണ്. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ധനസഹായം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് പരിശോധിക്കാൻ ഗൂഗിൾ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് എന്ന് സെർച്ച് ചെയ്ത് ആധാറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിലെ നിശ്ചിത ഓപ്ഷനിൽ നിങ്ങളുടെ ആധാർ നമ്പർ നൽകി സ്റ്റാറ്റസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് 2026 ജൂൺ 19 വെള്ളിയാഴ്ച സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 335 രൂപ കുറഞ്ഞ് 13,370 രൂപയും പവന് 2,680 രൂപ കുറഞ്ഞ് 1,06,960 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.